ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ 4 സെൻറ്റിൽ 2000 സ്ക്വയർ ഫീറ്റിൽ ഒരു 4 BHK വീടിൻ്റെ വിശേഷമാണ്. അപ്പോൾ ഇന്ന് നമ്മുടെ ഈ ചാനലിൽ നമ്മൾ ഈ ഒരു വീടിൻ്റെ വിശേഷമാണ് പരിചയപ്പെടുന്നത്. അപ്പോൾ ഈ ഒരു വീടിൻ്റെ ലൊക്കേഷൻ വരുന്നത് നമ്മൾ ട്രിവാൻഡ്രം തച്ചോട്ടാവ് ജംഗ്ഷനിൽ നിന്ന് നമ്മൾ കാട്ടാക്കുടയായിട്ട് പോകുന്ന റൂട്ടിൽ നിന്ന് മെയിൻ ബസ് റൂട്ടിൽ നിന്ന് ഒരു 100 മീറ്റർ മാത്രം മാറിയിട്ടാണ് ഈ ഒരു വീട് വരുന്നത്. തച്ചോട്ടാവ് ജംഗ്ഷനിൽ നിന്ന് നമുക്ക് ഈ ഒരു ലൊക്കേഷനിലെത്താൻ 1.5 കിലോമീറ്ററാണ് നമുക്ക് വരുന്നത്. അപ്പോൾ ഈ ഒരു ബ്യൂട്ടിഫുൾ വീടിൻ്റെ വിശേഷമാണ് അപ്പോൾ ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത്. ഓൾമോസ്റ്റ് ഫുൾ വർക്ക് നമുക്ക് വുഡിലാണ് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത്. നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് അകത്തോട്ട് കയറുമ്പോഴത്തേക്ക് ഫുള്ളായിട്ട് കാണാൻ സാധിക്കും. അപ്പോൾ ആരും വീഡിയോ മിസ് ചെയ്തതിൽ ഫുള്ള് കാണുക. അപ്പോൾ നമുക്ക് ഈ വീടിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് നോക്കാം. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ 4 സെൻറ്റിലാണ് ഈ ഒരു വീട് ഇരിക്കുന്നത്. 2000 സ്ക്വയർ ഫീറ്റിലാണ് 4 BHK ആണ് നമുക്ക് ഈ ഒരു വീട് വരുന്നത്. അപ്പോൾ ഈ വീടിൻ്റെ നമുക്ക് ഫ്രണ്ടിലോട്ട് വരുമ്പോഴത്തേക്ക് നമുക്ക് ഫ്രണ്ടിലായിട്ട് ഒരു സ്ലൈഡിങ് ഗേറ്റ്, ഒരു അടിപൊളി സ്ലൈഡിങ് ഗേറ്റ് നമുക്കിവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് തുറന്ന് നമുക്ക് വീടിൻ്റെ അകത്തോട്ട് ഉള്ള കാഴ്ചകൾ കാണാം. അപ്പോൾ നമ്മൾ സ്ലൈഡിങ് ഗേറ്റ് തുറന്ന് നമ്മുടെ വീടിൻ്റെ ഉള്ളിലോട്ട് പ്രവേശിക്കുമ്പോൾ നമുക്കൊരു കവേർഡ് കാർ പാർക്കിംഗ് നമുക്കിവിടെ കൊടുത്തിട്ടുണ്ട്. വീടിൻ്റെ തറ ഫുള്ള് നമുക്ക് ഇൻ്റർലോക്ക് ഫുള്ളായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമുക്കിവിടെ കവേർഡ് പാർക്കിംഗ് വരുന്നത്. നല്ല വലിയൊരു കാർ വരെ നമുക്ക് പാർക്ക് ചെയ്യാനുള്ള ഒരു നല്ലൊരു സ്പേസ് നമുക്കിവിടെ കൊടുക്കുന്നുണ്ട്. നമുക്ക് ഈ ഒരു സൈഡിലും ഒരു കാർ പാർക്ക് ചെയ്യാം. നമുക്ക് 2 കാർ സുഖമായിട്ട് പാർക്ക് ചെയ്യാനുള്ള സ്പേസ് ഉണ്ട്. പിന്നെ ഈ ഒരു വീടിന് നമുക്ക് പൈപ്പ് കണക്ഷനും കിണറും നമുക്കിവിടെ അവൈലബിൾ ആണ്. നമുക്ക് ഈ ഒരു പോർഷനിൽ നമുക്കിവിടെ ഒരു പ്ലാന്റൊക്കെ നമുക്കിവിടെ വെച്ച് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തൊരു കോർണർ നമുക്ക് ഈ ഒരു ഭാഗത്ത് ഇങ്ങനെയാണ് വ്യൂ വരുന്നത്. വീടിൻ്റെ ഫുള്ളായിട്ട് നമുക്ക് സ്പോട്ട് ലൈറ്റ് ഒക്കെ കൊടുത്ത് നന്നായിട്ട് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. ഇതാണ് ഈ വീടിൻ്റെ ഫ്രണ്ടിൽ വരുന്നത് നമുക്ക് കാഴ്ചകൾ വരുന്നത്. ഇനി നമുക്ക് ഈ വീടിൻ്റെ സിറ്റ് ഔട്ട് നമുക്ക് നോക്കാം. അപ്പോൾ ഈ കാണുന്ന വീടിൻ്റെ സിറ്റ് ഔട്ട് വരുന്നത് നമുക്ക് 8x4 ഡയമെൻഷനിലുള്ള സിറ്റ് ഔട്ടാണ്. കൂടാതെ നമുക്കിവിടെ ഫുള്ള് നമുക്ക് വുഡൻ പാനലാണ് നമുക്ക് ഈ സൈഡിൽ ഫുള്ള് കൊടുത്തിട്ടുള്ളത്. പിന്നെ മുകളിലായിട്ട് നമുക്ക് സീലിംഗ് വരുന്നത് പ്രൊഫൈൽ ചാനൽ ലൈറ്റിങ്ങും സ്പോട്ട് ലൈറ്റൊക്കെയാണ് നമുക്കിവിടെ സീലിംഗ് ആയിട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം. അപ്പോൾ ഇതാണ് നമുക്ക് മെയിനായിട്ട് വരുന്ന എൻട്രൻസ് നമുക്ക് ഡോറ് വരുന്നത്. അപ്പോൾ ഈ ഒരു ഡോർ ഫുള്ള് പ്ലാവിലാണ് നമുക്ക് തീർത്തിട്ടുള്ളത്. നമുക്ക് നല്ല ഡിസൈനൊക്കെ കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ട് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. ഈ വീടിൻ്റെ അകത്തോട്ട് നമ്മൾ പ്രവേശിക്കുമ്പോൾ കൂടുതലും നമുക്ക് വുഡിലാണ് ഫുള്ള് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത്. നമുക്കത് അകത്തോട്ട് കയറുമ്പോഴത്തേക്ക് കാണാം. അപ്പോൾ ഈ ഒരു ഡോറ് വന്നിട്ട് നമുക്ക് പ്ലാവിലാണ് വരുന്നത്. ഇത് ഡബിൾ ഡോറാണ് നമുക്ക് വരുന്നത്. അപ്പോൾ ഇത് തുറന്ന് നമ്മൾ ഈ വീടിൻ്റെ അകത്തോട്ട് നമുക്ക് ഉള്ള കാഴ്ച കാണാം. ഓക്കെ, നമ്മളപ്പോൾ വീടിൻ്റെ ഉള്ളിലോട്ട് പ്രവേശിക്കുമ്പോഴത്തേക്ക് നമുക്ക് ഈ ഒരു ലിവിങ് ഏരിയയാണ് നമുക്ക് ആദ്യമായിട്ട് വരുന്നത്. നമുക്ക് ഈ കാണുന്ന ഒരു വൈഡ് റേഞ്ചിലുള്ള ഒരു ലിവിങ് ഏരിയയാണ് വരുന്നത്. അപ്പോൾ ഈ ഒരു ലിവിങ് ഏരിയ 18x16 ഡയമെൻഷനിലുള്ള ഒരു ലിവിങ് ഏരിയയാണ്. അത്യാവശ്യം നല്ല സ്പേസ് ഉള്ള ഒരു ലിവിങ് ഏരിയയാണ്. കണ്ടോ, നമുക്ക് വുഡ് വെച്ചിട്ടുള്ള നമുക്ക് ഇവിടെ ഫിനിഷിങ് നമുക്ക് കാണാൻ സാധിക്കും. ഈ കാണുന്ന TV യൂണിറ്റ് ഫുള്ള് വുഡിലാണ് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത്. കണ്ടോ, മൊത്തത്തിൽ നമുക്ക് ഈ ഒരു വലിയ TV യൂണിറ്റ് ഫുള്ള് വുഡിലാണ് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത്. നമുക്ക് കബോർഡ്സ് ബാക്കി കാര്യങ്ങളെല്ലാം തന്നെ ഇവിടെ വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് ഈ ഒരു ഹാള് 18x16 ഡയമെൻഷനിലുള്ള ഒരു ഹാളാണ്. നമുക്ക് മുകളിലായിട്ട് സ്പോട്ട് ലൈറ്റ് സ്ട്രിപ്പ് ലൈറ്റ് യൂസ് ചെയ്തിട്ടാണ് ഡെക്കറേറ്റ് ചെയ്തിട്ടുള്ളത്. സീലിംഗ് എല്ലാം തന്നെ നമുക്ക് പ്രൊഫൈൽ ചാനൽ ലൈറ്റിങ്ങും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമുക്ക് ഈ ഒരു വിശാലമായിട്ടുള്ള ഒരു ലിവിങ് ഏരിയ വരുന്നത്. 18x16 ഡയമെൻഷൻ. ഓക്കെ, പിന്നെ നമുക്ക് ഡൈനിങ് ഏരിയ നോക്കാം. നമുക്ക് ഡൈനിങ് ഏരിയ ഈ ഒരു പോർഷനിലാണ് നമുക്ക് ഡൈനിങ് ഏരിയ വരുന്നത്. അപ്പോൾ ഈ ഒരു ഡൈനിങ് ഏരിയ നമുക്ക് വരുന്നത് 12x8 ഡയമെൻഷനാണ് നമുക്ക് ഈ ഒരു ഡൈനിങ് ഏരിയ വരുന്നത്. നമുക്ക് അതിൻ്റെ അടുത്തായിട്ട് തന്നെ ഒരു ഓപ്പൺ കിച്ചണുണ്ട്. നമുക്ക് കിച്ചണും ഫുള്ള് നമുക്ക് വരുന്നത് വുഡിലാണ് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതാണ് നമുക്ക് ഡൈനിങ് ഏരിയ വരുന്നത്. അപ്പോൾ നമുക്ക് ഡൈനിങ് ഏരിയയിൽ നിന്ന് നമുക്ക് ഇങ്ങോട്ടുള്ള വ്യൂ ഈ ഒരു വ്യൂ ആണ് വരുന്നത്. നമുക്ക് കയറി വരുമ്പോഴത്തേക്ക് അതാണ് ലിവിങ് ഏരിയ വരുന്നത്. പിന്നെ ഇവിടെ ആയിട്ട് നമുക്കൊരു വാഷ് ബേസിൻ കൗണ്ടർ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഗ്ലാസ് കൊടുത്ത് 2 ഹാങ്ങിങ് ലൈറ്റ് കൊടുത്ത് നന്നായിട്ട് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. ജാഗ്വാറിൻ്റെ പ്രോഡക്റ്റാണ് നമുക്കിവിടെ ഇതിന് യൂസ് ചെയ്തിട്ടുള്ളത്. താഴെ കബോർഡ് കൊടുത്തിട്ടുണ്ട്. ഇത് ഫുള്ള് വുഡിൽ തന്നെയാണ് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത്. നല്ലൊരു ഭംഗി നമുക്കിവിടെ നോക്കിയാൽ അതിന് കിട്ടുന്നുണ്ട്. ഇനി നമുക്ക് ഇവിടുത്തെ ഓപ്പൺ കിച്ചണും കൂടെ നോക്കാം. ഫുള്ള് വുഡിൽ തീർത്ത് തന്നെയാണ് നമുക്ക് ഈ ഒരു ഓപ്പൺ കിച്ചൺ വരുന്നത്. 10x8 ഡയമെൻഷനിലുള്ള ഒരു ഓപ്പൺ കിച്ചണാണ് നമുക്കിവിടെ വരുന്നത്. കണ്ടോ, ഫുള്ള് വുഡിലാണ് തീർത്തിട്ടുള്ളത്. നമുക്ക് ചെറിയ ലൈറ്റ് കൊടുത്ത് നന്നായിട്ട് അത് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. ഈ കാണുന്ന കബോർഡ്സ് വർക്ക് എല്ലാം വുഡിലാണ് നമുക്കിവിടെ വരുന്നത്. ഫുള്ളായിട്ട് നമുക്കിവിടെ വുഡിൽ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളതാണ്. ഇവിടെയൊക്കെ നമുക്ക് ധാരാളം കബോർഡ് വർക്ക് നമുക്കിവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കിവിടെ ആയിട്ടാണ് വാഷിംഗ് യൂണിറ്റ് വരുന്നത്.
വാഷ് ബേസിൻ കൗണ്ടർ നമുക്ക് ഇതാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. പിന്നെ നമുക്ക് ടെയിലും നമുക്ക് ഗ്രിപ്പ് കിട്ടുന്ന ടൈപ്പാണ് നമുക്ക് കിച്ചണിൽ യൂസ് ചെയ്തിട്ടുള്ളത്. തറ ഫുള്ള് നമുക്ക് ഗ്രിപ്പ് കിട്ടുന്ന തന്നെ ഒരു ടെയിലാണ് നമുക്ക് ഇവിടെ നിന്ന് വരുന്നത്. പിന്നെ നമുക്ക് ഇവിടെ ഒരു ചെറിയൊരു വർക്ക് ഏരിയ കൂടെ നമുക്കിവിടെ വരുന്നുണ്ട്. നമുക്ക് ഈ ഒരു പോർഷനിലാണ് നമുക്കൊരു വർക്ക് ഏരിയ കൊടുത്തിട്ടുള്ളത്. 12x4 ഡയമെൻഷൻ 12x4 ഡയമെൻഷനൊക്കെയുള്ള വർക്ക് ഏരിയയാണ് നമുക്ക് ഈ ഒരു പോർഷൻ ഫുള്ള് വരുന്നത്. നമുക്കിവിടെ ഒരു വാഷ് ബേസിൻ നമുക്ക് ഇവിടെയും കൊടുത്തിട്ടുണ്ട്. നമ്മൾ പുറത്തോട്ട് നോക്കി നമുക്ക് ഈ ഒരു ഭാഗത്ത് നനകല്ലും പൈപ്പ് കണക്ഷനും ബാക്കി ഈ ഒരു പോർഷനിൽ വരുന്നുണ്ട്. നമുക്കപ്പോൾ ഇവിടെ നിന്ന് കിച്ചൺ, ഓപ്പൺ കിച്ചണിൽ നിന്ന് നമുക്ക് പുറത്തോട്ടുള്ള വ്യൂ ഇങ്ങനെയാണ് വരുന്നത്. നമുക്ക് ലിവിങ് ഏരിയ അവിടെ കാണാൻ പറ്റും. നമുക്ക് ഡൈനിങ് ഏരിയ ഈ ഒരു പോർഷനിലാണ് നമുക്ക് ഡൈനിങ് ഏരിയ വരുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഒരു വീടിൻ്റെ ഗ്രൗണ്ട് ഫ്ലോറിൽ ഇനി ഒരു ബെഡ്റൂമും കൂടെ ഉണ്ട്. നമുക്ക് ഒരു ബെഡ്റൂം നമുക്ക് താഴെ, ബാക്കി 3 ബെഡ്റൂം മുകളിലാണ്. 4 BHK ആണ് നമുക്ക് വരുന്നത്. അപ്പം നമുക്ക് താഴത്തെ ഫസ്റ്റത്തെ ഒരു ബെഡ്റൂം കാണാം. ഈ ഒരു പോർഷനിലാണ് നമുക്ക് ഫസ്റ്റത്തെ ബെഡ്റൂം വരുന്നത്. അപ്പോൾ ഈ കാണുന്ന ബെഡ്റൂം 14x14 ഡയമെൻഷനിലുള്ള ഒരു ബെഡ്റൂമാണ് വരുന്നത്. സ്പോട്ട് ലൈറ്റ്, സ്ട്രിപ്പ് ലൈറ്റൊക്കെയാണ് നമുക്ക് ഇവിടെ സീലിംഗ് വർക്കായിട്ട് വരുന്നത്. അത്യാവശ്യം നല്ല വലിപ്പമുള്ള ഒരു ബെഡ്റൂം തന്നെയാണ്. നമുക്കിവിടെ ജനലൊക്കെ നമുക്ക് ഈ ഒരു ഭാഗത്താണ് വരുന്നത്. നമുക്ക് ഇവിടെ ആയിട്ടാണ് നമുക്ക് വാർഡ്രോബ്സ് വരുന്നത്. ഫുള്ള് വുഡിൽ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളതാണ് നമുക്ക് ഈ ഒരു വാർഡ്രോബ്സ് ഫുള്ളും വരുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു പോർഷനിലാണ് നമുക്കിവിടെ ഒരു മിററൊക്കെ കൊടുത്തിട്ടുള്ളത്. നമുക്ക് അതിൻ്റെ ബാക്കിൽ കുറച്ച് സ്പേസ് ഒക്കെയാണ് നമുക്ക് എന്തെങ്കിലും കീപ്പ് ചെയ്ത് വെക്കാനൊക്കെ ഉള്ളത്. അപ്പോൾ ഇതെല്ലാം തന്നെ വുഡിൽ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത് തന്നെയാണ് നമുക്ക് ഈ ഒരു ഭാഗത്തും വരുന്നത്. നമുക്ക് അറ്റാച്ച്ഡ് ബാത്റൂമും ഇവിടെയാണ് വരുന്നത്. നല്ലൊരു ഡിസൈനൊക്കെ കൊടുത്തിട്ടുള്ള ഒരു ബാത്റൂമാണ്. നമുക്ക് ഷവറും ബാക്കി എല്ലാ ഫിറ്റിങ്സും നമുക്കിവിടെ യൂസ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ആയിട്ട് മിറർ ലൈറ്റൊക്കെ കൊടുത്തിട്ടുണ്ട്. തറ തന്നെ ഗ്രിപ്പ് കിട്ടുന്നതിനെ ടൈലാണ് നമുക്കിവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇതാണ് നമുക്ക് ഈ വീടിൻ്റെ ഫസ്റ്റ് ഫ്ലോറിൽ അപ്പോൾ ഇതാണ് ഈ വീടിൻ്റെ ഗ്രൗണ്ട് ഫ്ലോറിലെ വിശേഷം. നമുക്ക് ഈ കണ്ട നമുക്ക് ലിവിങ് ഏരിയ, ഡൈനിങ് ഏരിയ, നമുക്ക് കിച്ചൺ, പിന്നെ ഒരു ബെഡ്റൂമാണ് നമുക്ക് ഡൈനിങ് ഏരിയ വരുന്നത്. ഇനി നമുക്ക് പോകേണ്ടത് ഫസ്റ്റ് ഫ്ലോറിലേക്കാണ്. നമ്മൾ ഫസ്റ്റ് ഫ്ലോറിലോട്ട് നമുക്ക് പോകേണ്ടത് ഈ ഡൈനിങ് ഏരിയയുടെ സൈഡിൽ നിന്നുള്ള നമുക്ക് ഈ ഒരു സ്റ്റെപ്പ് വഴിയാണ് നമുക്ക് പോകേണ്ടത്. അപ്പോൾ ഈ കാണുന്ന നമുക്ക് മുകളിലോട്ട് കയറുന്ന സ്റ്റെയർ ഫുള്ള് വുഡിലാണ് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത്. നമുക്ക് ഇതിൻ്റെ ഈ കയറുന്ന സൈഡിലായിട്ട് തന്നെ നമുക്ക് പ്രൊഫൈൽ ചാനൽ ലൈറ്റിംഗ് കൊടുത്തിട്ട് നന്നായിട്ട് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ കാണുന്ന ഹാൻഡ് റെയിൽസ് ഫുള്ള് വുഡിലാണ് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത്. നമുക്ക് സൈഡ് നമുക്ക് വാളിൽ ഈ ഒരു ആർട്ടൊക്കെ കൊടുത്തിട്ടുണ്ട്. മുകളിലായിട്ട് നമുക്ക് സ്പോട്ട് ലൈറ്റ് കൊടുത്ത് പിന്നെ പ്രൊഫൈൽ ചാനൽ ലൈറ്റ് കൊടുത്തിട്ട് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, നമുക്കപ്പോൾ ഇനി മുകളിൽ ഫസ്റ്റ് ഫ്ലോറിലെ കാഴ്ച കാണാം. നമുക്ക് ഈ കയറി പോകുന്ന സ്റ്റെപ്പ് ഫുള്ളും തന്നെ നമുക്ക് വുഡിൽ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളതാണ്. വുഡ് ഫിനിഷ് വരുന്ന ആണ് നമുക്ക് ഈ ഒരു സ്റ്റെയർ ഫുള്ള് വരുന്നത്. നമുക്കപ്പോൾ കയറി വരുമ്പോഴത്തേക്ക് നമുക്ക് ഇതാണ് ഇവിടുത്തെ ലിവിങ് ഏരിയ വരുന്നത്. അപ്പോൾ ഈ കാണുന്ന ലിവിങ് ഏരിയ 18x16 ഡയമെൻഷനിലുള്ള ഒരു ലിവിങ് ഏരിയയാണ്. നമുക്കപ്പോൾ ഇവിടുത്തെ ഓരോ കാഴ്ചകൾ കാണാം. നമുക്ക് കയറി വരുമ്പോഴത്തേക്ക് ഇവിടെ ആയിട്ടാണ് നമുക്ക് വാഷിംഗ് മെഷീൻ വയ്ക്കാനുള്ള നമുക്ക് അതിൻ്റെ യൂണിറ്റ് കാര്യങ്ങളൊക്കെ വയ്ക്കാനുള്ള നമുക്ക് ഇന്ന ഔട്ട് ഒരു പവർ യൂണിറ്റ് കണക്ഷനൊക്കെ വരുന്നത്. പിന്നെ നമുക്ക് ഈ ഒരു സൈഡിൽ നോക്കുമ്പോൾ നമ്മൾ കയറി വന്നത് ഈ ഒരു പോർഷനിൽ നിന്നാണ്. അപ്പോൾ 18x16 ഡയമെൻഷനിലാണ് നമുക്ക് ഈ ഒരു ലിവിങ് ഏരിയ വരുന്നത്. മുകളിലായിട്ട് നമുക്ക് നേരത്തെ കണ്ട പോലെ സ്പോട്ട് ലൈറ്റും സ്ട്രിപ്പ് ലൈറ്റ്, പ്രൊഫൈൽ ചാനൽ ലൈറ്റ് എല്ലാം യൂസ് ചെയ്തിട്ടുണ്ട്. പിന്നെ താറായി നമുക്ക് അത്യാവശ്യം നല്ല ഭംഗിയായിട്ടുള്ളൊരു ടൈലൊക്കെ ഇട്ട് നമുക്ക് തറയും ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കയറി വന്നത് നമുക്ക് ഈ ഒരു പോർഷൻ വഴിയാണ്. നമുക്ക് താഴെ നിന്ന് നമ്മൾ ഈ സ്റ്റെയറിങ്ങനെ കയറിയിട്ടാണ് നമ്മൾ വന്നത്. കയറി വരുമ്പോഴത്തേക്ക് നമുക്കിവിടെ ഒരു ഇതേപോലെ ഒരു TV യൂണിറ്റ് നമുക്ക് വുഡൻ ആയിട്ടുള്ള ഒരു വുഡൻ ഫിനിഷിലുള്ള ഒരു TV യൂണിറ്റ് തന്നെ നമുക്ക് ഇവിടെയും വരുന്നുണ്ട്. നമുക്ക് അത്യാവശ്യം ഒരു ചെറിയ TV ഒക്കെ വയ്ക്കാനുള്ളൊരു സ്പേസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ആയിട്ട് ഒരു കബോർഡ് ഉണ്ടോ നമുക്ക് ഇവിടെയും കൊടുത്തിട്ടുണ്ട്. മുകളിൽ പ്ലഗ് പോയിൻ്റ് ഒക്കെ ഇവിടെയും നൽകിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമുക്ക് മുകളിൽ കയറി വരുമ്പോഴത്തേക്ക് വരുന്ന ലിവിങ് ഏരിയയുടെ വിശേഷം വരുന്നത്. ഇനി നമുക്ക് ഇവിടുത്തെ 3 ബെഡ്റൂമുകളെ കാണാം. നമുക്ക് ആ ഒരു പോർഷനിലാണ് 2 ബെഡ്റൂമും പിന്നെ ഇതിൻ്റെ ബാക്ക് സൈഡിലായിട്ട് നമുക്ക് ഇവിടെയും ഒരു ബെഡ്റൂം വരുന്നുണ്ട്. അങ്ങനെയാണ് ഇവിടെ നമുക്ക് 3 ബെഡ്റൂം വരുന്നത്. അപ്പോൾ നമുക്ക് ഇവിടുത്തെ ഓരോ ബെഡ്റൂമിൻ്റെ കാഴ്ചകളും കൂടെ നമുക്ക് കാണാം. അപ്പോൾ ആദ്യം നമുക്ക് ഈ ഒരു ഭാഗത്തുള്ള നമുക്ക് ബെഡ്റൂം ആദ്യം നമുക്ക് കാണാം. ഓക്കെ, അപ്പോൾ ഈ കാണുന്ന ബെഡ്റൂം നമുക്ക് 14x14 ഡയമെൻഷനിലുള്ള ഒരു ബെഡ്റൂമാണ് നമുക്ക് ഇവിടെ വരുന്നത്. നമുക്ക് കയറി വരുമ്പോഴത്തേക്ക് മുകളിൽ സ്പോട്ട് ലൈറ്റ്, സ്ട്രിപ്പ് ലൈറ്റ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇവിടെ ആയിട്ടാണ്
വാർഡ്രോബ്സ് വരുന്നത്. ഫുള്ള് വുഡിൽ തന്നെയാണ് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള വാർഡ്രോബ്സ് തന്നെയാണ് വരുന്നത്. പിന്നെ ഇവിടെ ആയിട്ട് നമുക്കൊരു വലിയൊരു മിറർ എടുത്തിട്ടുണ്ട്. താഴെ നിന്ന് ബോട്ടം വരെ വരുന്ന നല്ലൊരു വലിയൊരു ലെങ്ത് കിട്ടുന്ന ഒരു മിറർ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇതാണ് നമുക്ക് ഇവിടുത്തെ അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. ഇത് PVC ഡോറാണ് നമുക്കിവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. നല്ല പ്രീമിയം ലുക്കിൽ വരുന്ന ഒരു ബാത്റൂം തന്നെയാണ്. നല്ല കളർഫുൾ ആയിട്ടുണ്ട്. ടൈലും ബാക്കിയെല്ലാം കൂടെ വരുമ്പോഴത്തേക്ക് സാറിയുടെ പ്രോഡക്റ്റാണ് നമുക്കിവിടെ ഫിറ്റിങ്സ് ഫുള്ള് വരുന്നത്. ഫുള്ളും തന്നെ നമുക്ക് സാറിയുടെ പ്രോഡക്റ്റാണ് യൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇവിടെ നമുക്ക് ഒരു മിറർ ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് 2 ബെഡ്റൂം കൂടെ നമുക്ക് ഇനി ബാലൻസ് നോക്കാനുണ്ട്. അപ്പോൾ ഈ ഒരു ഭാഗത്താണ് നമുക്ക് രണ്ടാമത്തെ ബെഡ്റൂം വരുന്നത്. അപ്പോൾ ഈ കാണുന്ന ബെഡ്റൂം നമുക്ക് വരുന്നത് 14x10 ഡയമെൻഷനിലാണ് ഈ കാണുന്ന 2 ബെഡ്റൂം നമുക്ക് വരുന്നത്. അപ്പോൾ ഈ കാണുന്ന ബെഡ്റൂം നമുക്ക് 14x10 ഡയമെൻഷനിലുള്ള ഒരു ബെഡ്റൂമാണ്. നമുക്ക് ഇവിടെയും മുകളിൽ സ്പോട്ട് ലൈറ്റ് സ്ട്രിപ്പ് ലൈറ്റ് യൂസ് ചെയ്തിട്ടുണ്ട്. 2 വിൻഡോ നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ട് വരുന്നുണ്ട്. ഇതാണ് നമുക്ക് ഇവിടുത്തെ വാർഡ്രോബ്സ് വരുന്നത്. ജസ്റ്റ് വാർഡ്രോബ്സ് ആണെങ്കിൽ ഓപ്പൺ ചെയ്ത് കാണിക്കാം. കണ്ടോ, ഇതാണ് അതിൽ ഡ്രോയൊക്കെ വരുന്നത്. ഓക്കെ, പിന്നെ നമുക്ക് ഈ ഒരു പോർഷനിൽ നമ്മൾ താഴെ കണ്ട പോലെ ഇവിടെ ഒരു മിററും നമുക്ക് ഈ ഒരു പോർഷനിലുണ്ട്. പിന്നെ നമുക്ക് ഇവിടെ ആയിട്ടാണ് അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. PVC ഡോർ ഇട്ടിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഇതൊരു പ്രീമിയം ലുക്ക്. നമുക്ക് ഗ്രിപ്പുള്ള ടൈലൊക്കെ ഇട്ടിട്ടുണ്ട്. ബാക്കി ബ്രാൻഡഡ് ഫിറ്റിങ്സ് നമ്മുടെ സെറയുടെ പ്രോഡക്റ്റ് തന്നെയാണ് നമ്മൾ ഇതിൽ യൂസ് ചെയ്തിട്ടുള്ളത്. ബാക്കി എല്ലാ സംഭവങ്ങളും നമ്മൾ നേരത്തെ ബെഡ്റൂമിൽ നമ്മൾ നേരത്തെ ബാത്റൂമിൽ കണ്ട അതേ സജ്ജീകരണങ്ങളെല്ലാം തന്നെ നമുക്കിവിടെ ചെയ്തിട്ടുണ്ട്. ഓക്കെ, വരും. ഇനി നമുക്ക് ഇതിൻ്റെ തൊട്ടടുത്ത് അപ്പുറത്ത് ഒരു ബെഡ്റൂം കൂടെ ഉണ്ട്. ലാസ്റ്റ് ഒരു ബെഡ്റൂം കൂടെ ഉണ്ട്. നമുക്ക് ഈ ഒരു പോർഷനിലാണ് ആ ഒരു ബെഡ്റൂം വരുന്നത്. അപ്പോൾ ഈ ഒരു ബെഡ്റൂമും നമുക്കൊരു 14x10 ഡയമെൻഷൻ തന്നെയാണ് ഈ ഒരു ബെഡ്റൂം വരുന്നത്. മുകളിൽ സ്പോട്ട് ലൈറ്റ് സ്ട്രിപ്പ് ലൈറ്റ് യൂസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ആയിട്ടാണ് നമുക്കിവിടെ കബോർഡ് വരുന്നത്. വുഡൻ കബോർഡുകൾ ഇവിടെയും നമുക്ക് യൂസ് ചെയ്തിട്ടുണ്ട്. സൈഡിലായിട്ട് നമുക്കൊരു മിറർ ഈ ഒരു ഭാഗത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇവിടുത്തെ അറ്റാച്ച്ഡ് ബാത്റൂം കൂടെ നോക്കാം. അകത്ത് കയറുമ്പോൾ നമുക്ക് ഈ ഒരു ഡിസൈനാണ് നമുക്ക് ഇവിടുത്തെ ബാത്റൂമിന് കൊടുത്തിട്ടുള്ളത്. ബാക്കി ഫിറ്റിങ്സ് എല്ലാം തന്നെ നമ്മൾ നേരത്തെ കണ്ട അതേ ഫിറ്റിങ്സ് തന്നെയാണ് വരുന്നത്. ഗ്രിപ്പുള്ള ടൈൽ തന്നെയാണ് നമുക്ക് താഴെ ഇവിടെയും യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇനി നമുക്ക് ഈ വീടിൻ്റെ ബാൽക്കണിയാണ് കാണേണ്ടത്. നമുക്ക് ഈ ഒരു പോർഷനിലാണ് ബാൽക്കണി വരുന്നത്. 16x6 ഡയമെൻഷനിലുള്ള ഒരു ബ്യൂട്ടിഫുൾ ബാൽക്കണിയാണ്. ഇപ്പോൾ പ്രൊഫൈൽ ചാനൽ ലൈറ്റിങ് സ്പോട്ട് ലൈറ്റൊക്കെയാണ് മുകളിൽ യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നല്ലൊരു വൈഡ് റേഞ്ചിലുള്ള ഒരു ബാൽക്കണി നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. കണ്ടോ, അപ്പം വുഡൻ പാനൽ തന്നെയാണ് നമുക്ക് ഈ ഒരു സൈഡിലെ വാള് ഫുള്ള് നമുക്ക് യൂസ് ചെയ്തിട്ടുള്ളത്. കണ്ടോ, ഫുള്ള് വുഡനിലാണ് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ഇതാണ് നമുക്ക് ഇവിടുത്തെ ഒരു ബാൽക്കണി ഏരിയ വരുന്നത്. അപ്പോൾ ഇതാണ് ഈ ഒരു വീടിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് വരുന്നത്. അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ ആസ്കിംഗ് പ്രൈസാണ് നോക്കേണ്ടത്. അപ്പോൾ ഈ ഒരു വീടിന് ചോദിക്കുന്ന ആസ്കിംഗ് പ്രൈസ് 90 ലക്ഷമാണ്. അത് നെഗോഷ്യബിൾ ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ കാണുന്ന നമ്പറിലൊന്ന് കോൺടാക്ട് ചെയ്ത് നിങ്ങൾക്ക് ഈ വീട് കാണാൻ വരുവാൻ സാധിക്കുന്നതാണ്. കൂടാതെ നിങ്ങളുടെ ആരെങ്കിലും ഫ്രണ്ട്സ് വീട് എടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ അവർക്ക് ഈ ഒരു വീഡിയോ ഒന്ന് അവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾ ലോണിനാണ് നോക്കുന്നതെങ്കിൽ ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് ലോണ് നമ്മൾ അറേഞ്ച് ചെയ്ത് തരുന്നതായിരിക്കും. കൂടാതെ നിങ്ങളുടെ ബഡ്ജറ്റിനുള്ള ലോ ബഡ്ജറ്റിനായാലും കുറച്ചും കൂടെ റേറ്റ് കൂടിയ വീടായാലും നിങ്ങൾക്ക് നമ്മുടെ അടുത്ത് ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ നമ്മുടെ അവൈലബിൾ ആയിട്ടുള്ള വീട് നിങ്ങൾക്ക് കാണിച്ചു തരുന്നതായിരിക്കും. അപ്പം മറ്റൊരു പുതിയൊരു വീടിൻ്റെ വിശേഷമായിട്ട് നമുക്ക് വേറൊരു വീഡിയോയിൽ കടന്നു വരാം. എല്ലാവർക്കും നന്ദി.